അമ്മ. ലച്ചു എന്നെ ഇവിടുത്തെ ഹൗസ് കീപ്പർ ആക്കിയില്ലേ. ഞാൻ ഇങ്ങോട്ട് പറഞ്ഞ വഴിക്ക് റൂമിൽ നിന്ന് അവള് കൊറേ വിളിച്ച്, ഞാൻ കേട്ടില്ല. கௌரி அப்படின்னா லெச்சு என்ன சொன்னாங்க? மதுரையில இருந்து இறக்கின ஷெஃப் தானே சொன்னாங்க. அப்போ எனக்கு வருத்தம் இருந்ததெல்லாம் நான் காமிக்காம அப்படி சிரிச்சிட்டு நின்னேன். ஆனா எனக்கு ரொம்ப வருத்தம் இருந்தது. അല്ലെങ്കിൽ ലച്ചുനും കേശുനും ഉള്ള സ്വഭാവമാണ് ചുമ്മാ ആരെങ്കിലും വരുമ്പോ ഇടിച്ചങ്ങ് താഴ്ത്തണത്. അവർക്ക് രണ്ടുപേർക്ക് അതിൻ്റെതായ കഴിവുകളുണ്ട്. ചുമ്മാ കൊച്ചുമക്കൾ അങ്ങ് പൊക്കി പൊക്കി കേറ്റല്ലേ. എന്താണ് ഇവിടെ? അത് ശരി, അല്ലാതെ സംസാരിച്ചോണ്ടിരിക്ക. ദോശയായില്ലേ? കറിയാൻ്റെ ദോശയായില്ലേ? ദേ ഒഴിച്ചിട്ട് ഇருக்கு. അത് ഇപ്പൊ ആവും. എന്താണ്? ഞാൻ നേരത്തെ അമ്മായിനെ വിളിച്ചപ്പോ അമ്മായി കേട്ടില്ലായിരുന്നോ? കേട്ടില്ല. അമ്മായി, ഞാൻ അമ്മായിയുടെ അടുത്ത് എന്താ പറഞ്ഞേ? ആ റൂമിൽ വെള്ള ബെഡ്ഷീറ്റ് വിരിക്കണം എന്നല്ലേ? അമ്മായി എന്തിനാണ് ആ കറുത്ത ബ്ലാങ്കറ്റ് വിരിച്ചത്? നിന്റെ ആരെങ്കിലും കൊണ്ടുവച്ചേക്കണം. അമ്മായി അല്ല, വെള്ള ബെഡ്ഷീറ്റ് ആരെങ്കിലും കൊണ്ടുവച്ചേക്കണം. ഇനിയിപ്പോ വെള്ള ബെഡ്ഷീറ്റ് ഇല്ലെങ്കിൽ മേടിക്കായിരുന്നല്ലോ. അതൊക്കെ വാ തുറന്ന് പറയണ്ടേ അമ്മായി? ഞാനിപ്പോ അവരോട് എന്തോരം സോറി പറഞ്ഞെന്ന് അറിയൂ. നിർത്ത്. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എനിക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. ഇനിയിപ്പോ ഇവർക്ക് എന്റെ അടുത്ത് വല്ല പ്രശ്നമുണ്ടോന്ന് എനിക്കറിയാൻ പാടില്ല. പ്രശ്നം ഞാൻ പറയാം. നീ എന്തിനാ അവരുടെ മുമ്പിൽ വെച്ച് ഇവരെ രണ്ടുപേരെ ഇടിച്ചു താഴ്ത്തി സംസാരിച്ചേ? ആരുടെ മുമ്പിൽ വെച്ച്? ആ വന്നവരുടെ മുമ്പിൽ വെച്ച്. അയ്യോ, മാഡത്തിന് ഒന്നും അറിഞ്ഞൂടാ. എന്തോന്നമ്മായി, അമ്മായി അതിന്റെ പേരിലാണ് ഈ കടിച്ചു നോക്കിയ മുഖം വീർപ്പിച്ചിരിക്കണത്. നീ അവരെ മുന്നിൽ വെച്ച് എന്നെ ഹൗസ് കീപ്പർ എന്ന് പറഞ്ഞ, ബാഗ് കൊണ്ട് അടുത്ത് വെക്കാൻ പറഞ്ഞ, എന്നെ ചിരിച്ചോണ്ടിരിക്കണം എന്ന് ചോദിച്ചാ? കുട്ടി പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. എന്തോന്നമ്മായി? അമ്മായി, ഈ ഹൗസ് കീപ്പർ എന്ന് വെച്ചാൽ എന്താണ്? വീടും പരിസരമൊക്കെ വൃത്തിയായി സൂക്ഷിക്കുന്ന ആൾ. അമ്മായിക്ക് വൃത്തിയില്ലേ, സൂക്ഷ്മതയില്ലേ? പിന്നെ ബാഗിന്റെ കേസ്, അത് അമ്മായി അവിടെ ബാഗ് തൂക്കിക്കൊണ്ടിരിക്കണപ്പോ ഞാൻ പറഞ്ഞു ഒന്ന് അകത്ത് കൊണ്ടുപോയി വെക്കാൻ. അത്രേ ഉള്ളൂ. അല്ലാതെ മനസ്സാവാചാകർമ്മണം അറിയാത്ത കാര്യങ്ങളൊന്നും പറയരുത് കേട്ടാ. அப்படின்னா நீ என்ன மதுரையில இருந்து இறக்கின ஷெஃப்னு சொன்னேல்ல? അതിന്റെ കാര്യത്തിൽ ആന്റി പ്രശ്നം ഉണ്ടാക്കരുത്. ആന്റി ആരും ഷെഫ് ആക്കിയതല്ലോ, ആന്റി തന്നെ ഷെഫ് ആയതല്ലേ. എന്തോന്ന് നിങ്ങൾ ഇങ്ങനെ ഈ ഈഗോ കോംപ്ലക്സ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകും? അങ്ങനെയാണെങ്കിൽ നീ എത്ര പ്രാവശ്യം ഗൗരിന്ന് വിളിച്ച്, അതിന് കുഴപ്പമില്ലേ? അതിപ്പോ ഗൗരീനെ ഗൗരീന്നല്ലാതെ വേറെ എന്ത് വിളിക്കാനാ? അമ്മായി, ഈ പ്രൊഫഷണൽ സ്പേസിൽ ബന്ധങ്ങളൊന്നും കൊണ്ടുവരല്ലേ. അങ്ങനെയാണെങ്കിൽ ചേച്ചി കുറച്ച് കഴിയുമ്പോ അമ്മൂമ്മേനെ ഭവാനി വിളിക്കും. എന്തായാലും വെച്ചേ അമ്മൂമ്മ ശ്രദ്ധിച്ചായിരുന്നോ? ആന്റി മധുരേന്നാന്ന് പറഞ്ഞപ്പോഴും അമ്മായി ട്രിവാൻഡ്രത്തുനിന്നാന്ന് പറഞ്ഞപ്പോഴും അവർക്കൊക്കെ എന്തൊരു മതിപ്പായിരുന്നു. അപ്പോഴല്ലേ നമ്മളൊരു പ്രൊഫഷണലി നടത്തുന്ന പരിപാടിയാന്ന് അവർക്ക് തോന്നത്തുള്ളൂ. അതിനാണെങ്കിൽ മാഡം ഇവിടുത്തെ ഓണറാണെന്ന് പറഞ്ഞതാ. അത് പിന്നെ അങ്ങനെ പറയാൻ ആരെങ്കിലും വേണ്ടേ? ഇല്ലെങ്കിൽ അവര് വിചാരിക്കില്ലേ ഇതൊരു നാഥനില കളരിയാണെന്ന്? പിന്നെ ഒരു ഓണറിന്റെ ഒരു ക്വാളിറ്റി ഒക്കെ ഉള്ളത് എനിക്കാണല്ലോ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. എങ്ങനെയെങ്കിലും ഇപ്പൊ നടക്കട്ടെ. കേശവനില്ലാത്ത ഭാഗ്യം. കേശവൻ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ ഇത് വേറെ പ്രശ്നമായിരുന്നു. എന്നാ പിന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ, വഴക്കിടാൻ എന്നെ കൊണ്ടുവയ്യ. ഈ ഹോം സ്റ്റേയുടെ പരിപാടി നിങ്ങൾ തന്നെ അങ്ങ് നോക്കി നടത്തിക്കും. എന്തു പറയുന്നു? മതി, ഞങ്ങൾ ചെയ്തോളാം. ഞങ്ങൾക്ക് അതിന്റെ കഴിവുണ്ട്. കഴിവ് എനിക്കും ഉണ്ടല്ലോ അമ്മായി. അമ്മായി, ഞാൻ ഒരു കാര്യം പറയാം, ഇതൊക്കെ നമ്മൾ അങ്ങ് വിട്ടുകളാ. ഇന്ന് നമുക്കിവിടെ ഹാപ്പി ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യാം. ഈഗോയും കോംപ്ലക്സ് ഒക്കെ മാറ്റിക്കളാം. എന്തു പറയുന്നു? ഓക്കെ ആന്റി, എന്തോ നോക്കിക്കൊണ്ടിരിക്കുന്ന? പെട്ടെന്ന് ദോശ എടുക്ക്, ഗസ്റ്റിനെ വെയിറ്റ് ചെയ്യിപ്പിക്കല്ലേ. അമ്മായി, എന്നെ ഒന്ന് സ്പീഡപ്പ് ആക്കി കേട്ടാ. ഈ നാക്കില്ലായിരുന്നെങ്കിൽ എന്റെ ലച്ചുമോള് വട്ട പൂജ വരുന്നേനെ.